of water, etc. by pollution. അപ്പൊ എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പൊല്യൂഷനെ പറ്റി ഡീൽ ചെയ്യും. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വെരി സിമ്പിൾ ആയിട്ട് അൺഡിസൈറബിൾ ചേഞ്ച്, നമ്മൾ ആഗ്രഹിക്കാത്ത മാറ്റങ്ങളെയാണ് എന്തെന്ന് വിളിക്കുക? പൊല്യൂഷൻ എന്ന് പറയാം. അൺഡിസൈറബിൾ ചേഞ്ച്, നമ്മൾ ആഗ്രഹിക്കാത്ത മാറ്റങ്ങൾ. അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ വാട്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? വാട്ടർ പൊല്യൂഷൻ. ഈ അൺഡിസൈറബിൾ ചേഞ്ച് സോയിലാണ്, മണ്ണിലാണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുക? എന്ത് വിളിക്കും? അത് മണ്ണില് അതിന്റെ ഒരു pH കൃത്യമായിട്ട് നിലനിർത്തൊക്കെ വേണം. അപ്പൊ അവിടെ ആവശ്യമില്ലാത്ത വല്ല സാധനങ്ങൾ വന്നിട്ട് അവിടെ പൊല്യൂഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ സോയിൽ പൊല്യൂഷൻ എന്ന് പറയേണ്ടി വരും. അതേപോലെ അറ്റ്മോസ്ഫിയറിലാണ് ഈ പൊല്യൂഷൻ സംഭവിക്കുന്നതെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറും സോയിലും വാട്ടറും ഇതൊക്കെ എൻവയോൺമെന്റിന്റെ ചില പാർട്ടുകൾ മാത്രമാണ്. അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പിന്നെ ഒന്ന് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, മറ്റൊന്ന് ഗ്ലോബൽ വാർമിങ്, പിന്നെ ആസിഡ് റെയിൻ, അത്തരത്തിലുള്ള ചില ടോപ്പിക്കുകളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാറുള്ളത്. അപ്പൊ ഓക്കെ, ഫസ്റ്റ് നമ്മളിവിടെ നോക്കുന്നത് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ എന്നുള്ളൊരു പാർട്ടാണ്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ ഹെഡിങ് എഴുതിക്കോ, ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മള് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണെങ്കിലും ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിലും അവിടെ സംഭവിക്കുന്നത് എന്താണ്? അന്തരീക്ഷം ചൂട് പിടിക്കുക എന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുക. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ചൂട് പിടിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നും ഗ്ലോബൽ വാർമിംഗ് എന്നും ഒക്കെ വിളിക്കുന്നത്. അപ്പൊ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഇവിടെ വരാവുന്ന ചോദ്യം ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് ചോദിക്കും. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെ? എന്നിട്ട് ഈ ഗ്യാസുകളുടെ എഫക്റ്റ് കൊണ്ട് അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിന്റെ പേരെന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റിനാണ് വിളിക്കുക. ഈ ഗ്രീൻ ഹൗസ് എഫക്ട് വിൽ റിസൾട്ട് ഇൻ ടു ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചൂട് പിടിക്കലാണ്. അപ്പൊ അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിന്റെ ചൂട് വല്ലാണ്ട് കൂടും. അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുക. രണ്ടും യഥാർത്ഥത്തില് ഒരേ മീനിങ് തന്നെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിനും ഗ്ലോബൽ വാർമിങ്ങിനും ഒക്കെ ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ? എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ആർ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ? കാർബൺ ഡയോക്സൈഡ്, മീഥേൻ. ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് കാർബൺ ഡയോക്സൈഡ്, പിന്നെ ഏതാ? മീഥൈൻ. CH4 എന്ന് പറയുന്നതാണ് മീഥൈൻ. അപ്പൊ കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, പിന്നെ ഏതാ വരിക ഗ്രീൻ ഹൗസ് ഗ്യാസുകള്? കാർബൺ മോണോക്സൈഡ്. മോണോക്സൈഡ് ഇല്ല. കാർബൺ മോണോക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ്. ഓക്കെ, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, N2O, നൈട്രജൻ ഓക്സൈഡ്, പിന്നെ CFC. CFC എന്ന് പറഞ്ഞാല്
chlorofluorocarbon. ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. പിന്നെ വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ, ഇവരൊക്കെ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രജൻ ഓക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ, വാട്ടർ വേപ്പർ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് കൂടിയാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഗ്യാസുകളുടെ അളവ് കൂടിക്കഴിഞ്ഞാല് അന്തരീക്ഷത്തിൽ ചൂട് കൂടും. ഈ ചൂട് കൂടുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് വിളിക്കാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രീൻ ഹൗസ് എഫക്ട്. അപ്പൊ ജസ്റ്റ് എന്താ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് എഴുതി വെക്ക്. ഈ ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാവുന്നത് ഇപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതൽ വിചാരിക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായി കഴിഞ്ഞാല് ഈ പുറത്തുനിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ, IR, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഒക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെടും, ഇവിടെ പിടിച്ചു വെക്കും, അതിനെ പുറത്തൊക്കെ പോകാൻ സമ്മതിക്കില്ല. അപ്പൊ ഇവിടെ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ അളവ് ഈ ഭൂമിയിൽ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവിടത്തെ ചൂട് കൂടും. ആ ചൂട് കൂടുന്നതിന്റെ പേരാണെന്ത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നാണ് വിളിക്കുക. ഗ്രീൻ ഹൗസ് എഫക്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് എഴുതിക്കോ. സാറേ ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ ഹെഡിങ്ങിന്റെ താഴെയാണോ? അതിലാണ് വേണം കേട്ടോ. കാരണം ട്രോപ്പോസ്ഫിയറിലാണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ സംഭവിക്കുന്നത്. ഓക്കെ, എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? സാധാരണ 3 മാർക്കിന് വരെ ചോദിക്കാം. അപ്പൊ കുറച്ച് നന്നായിട്ട് തന്നെ എഴുതി വെക്കാം. ആ രൂപത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. The earth atmosphere, the earth's atmosphere, എർത്തിലെ അറ്റ്മോസ്ഫിയർ the earth's atmosphere allows, അത് അലോ ചെയ്യുന്നു. The earth's atmosphere allows most of the sunlight that falls on it, atmosphere വന്ന് പതിക്കുന്ന സൺലൈറ്റുകളെ, that falls on it. സാർ സൺലൈറ്റ് കഴിഞ്ഞ് സൺലൈറ്റ് IR ഒക്കെ വരാം, സൺലൈറ്റ് വരാം, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഒക്കെ വരാം, ചൂട് കൂടാൻ വേണ്ടിയിട്ട്. Most of the sunlight that falls on it to pass through and heats the surface of the earth, and heats the surface of the earth. പക്ഷേ the infrared radiation, IR, infrared radiation is absorbed by certain atmospheric gases, called greenhouse gases. Bracket le eഴുതിയാൽ മതി, greenhouse gases. And keeps it warm. അവരെന്ത് ചെയ്യുന്നു? അവിടെ ചൂടായിട്ട് ഫീൽ ചെയ്യുന്നു. Keeps it warm.
keeps it warm. This is called greenhouse gases. This is called greenhouse gases. അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മളെ സൺലൈറ്റ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയേഷൻ ആയാലും ഒക്കെ ഈ ഭൂമിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞാല് തിരിച്ചങ്ങടന പറഞ്ഞേക്കാറുണ്ട്. പക്ഷെ ഇവിടെ greenhouse gas effect. This is called greenhouse effect. This is called greenhouse effect. അതായത് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാം, ചില ഗ്യാസുകളുണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസുകളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ വരുന്ന റേഡിയേഷനെയും സൺലൈറ്റിനെയും ഒക്കെ അവരിവിടെ പിടിച്ചു വെക്കും, ട്രാപ്പ് ചെയ്യപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അന്തരീക്ഷം വാമായിട്ട് മാറും, ചൂട് കൂടും. ആ ചൂട് കൂടുന്ന പ്രോസസ്സിന്റെ പേരാണെന്ത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നാണ് വിളിക്കുക. ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് ഒരു ഏകദേശമായിട്ട് കിട്ടിയിട്ടുണ്ടോ? വലിയ കൺസെപ്റ്റ് ആണ്, ചെറുതാക്കിയിട്ട് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഇതെങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് മാറാം? നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാല് കുറെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇവിടെ ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പൊ ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ അളവ് വല്ലാണ്ട് കൂടിയാൽ ഇവിടുത്തെ ചൂട് എന്ത് ചെയ്യും, ചൂട് കൂടും. അങ്ങനെ ചൂട് കൂടുമ്പോൾ നമ്മൾ അതിനെന്തെന്ന് വിളിക്കാം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ അത്ര കൂടുതൽ ഡീപ്പായിട്ട് എഴുതണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. ഗ്രീൻ ഹൗസ് എഫക്റ്റ് റിസൾട്ട്സ് ഇൻ ടു global warming. And results into global warming. അങ്ങനെ എഴുതിയാൽ ഇനി ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെയും ഗ്ലോബൽ വാർമിംഗിന്റെ ഒക്കെ എഫക്റ്റുകൾ എന്തൊക്കെയാണ് ചോദിക്കുക. എഫക്റ്റ് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ എന്താണ് കുഴപ്പം, അതാണ് എഫക്റ്റ് എന്നുള്ളത്. അപ്പൊ അടുത്ത ചെറിയ ഹെഡിങ് എഫക്ട്സ്. ഇത് രണ്ടിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് എഫക്ട്സ്. എന്താണ് ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവുക? ഇപ്പൊ അന്തരീക്ഷത്തിൽ ചൂട് കൂടി, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഈ മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ് ഇൻ ദ പോളാർ റീജിയൻ. അതായത് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് അല്ലെ, മഞ്ഞുമലകളൊക്കെ എന്ത് ചെയ്യാം, ഉരുകുക. അതിന് ഉരുകി ഒലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ കുഴപ്പമുള്ളത്, ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ കൂടിയത് കൊണ്ടാണ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ്, മഞ്ഞുമലകളൊക്കെ ഉരുകി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, മഞ്ഞുമലകളൊക്കെ പാട് ഉരുകി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഇവിടെ എന്ത് സംഭവിക്കും, അപ്പൊ അത് ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അതിലെ എഫക്ട്സ് എന്നുള്ളതിൽ ഫസ്റ്റ് വൺ എഴുത്, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ്. Melting of polar ice caps. Melting of polar ice caps and flooding of low lying areas. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഫ്ലഡ് ഉണ്ടാവാം. പിന്നെ അതേപോലെ തന്നെ പോളാർ ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്യുക. ഇതൊക്കെ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ചില കോൺസിക്വൻസുകളാണ്. മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ്, ഫ്ലഡിംഗ് ഓഫ് ലോ ലൈയിങ് ഏരിയാസ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ മഞ്ഞുമലകളൊക്കെ ഇങ്ങനെ പൊട്ടി താഴേക്ക് വീണ് കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ഒരുപാട് ഇൻഫെക്ഷസ് ഡിസീസ് ഉണ്ടാവും അല്ലെ, വെള്ളത്തിലൂടെ ഒക്കെ പകരുന്ന കുറെ അസുഖങ്ങളില്ലേ. അപ്പൊ അത്തരം ഡെങ്കി, മലേറിയ പോലെയുള്ള അത്തരം ഡിസീസ് ഉണ്ടാവാനും എന്ത് കാരണമാവും? നമ്മൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണമാകുന്നുണ്ട്. അപ്പോ രണ്ടാമത്തെ ഒരു എഫക്റ്റ് ആയിട്ട് എഴുത് ആൻ ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാല് ആൻ ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ an increase in global temperature is likely to increase the infectious diseases like ഇതുപോലെ infectious diseases like malaria, yellow fever, sleeping sickness, ഉറക്കം കിട്ടാത്തൊരവസ്ഥ, sleeping sickness, etc. Malaria, yellow fever, sleeping sickness, etc. Okay. ഓക്കെ സാർ. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റും അതേപോലെ ഗ്ലോബൽ വാർമിംഗ് അതിന്റെ എഫക്റ്റുകള്, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് ആസിഡ് റെയിൻ എന്നുള്ള ടോപ്പിക്കാണ്. ആസിഡ് റെയിൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ചുരുക്കി കൊണ്ടുവരുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആസിഡ് റെയിൻ നോക്കി, എന്താണ് ഈ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ആസിഡ് റെയിൻ? എനിവൺ പ്ലീസ്? മഴയിലുള്ള pH വാല്യൂ ഇൻക്രീസോ ഡിക്രീസോ? എത്രത്തോളം കുറയാം? അബൌട്ട് 3 pH 3.5 ആ റേഞ്ചിൽ വരും. അത്ര കുറയണ്ട. ആസിഡ് റെയിൻ ആവണമെങ്കിൽ pH വാല്യൂ ബിലോ 5.6 ആയാൽ മതി. 5.6ന്റെ തൊട്ട് താഴായി കഴിഞ്ഞാൽ അവിടെ എന്താവും? ആസിഡ് റെയിൻ ആയിട്ട് മാറും. എങ്ങനെയാണ് ഈ ആസിഡ് റെയിൻ ഉണ്ടാവാറുള്ളത്? ഈ ഗ്യാസ് സൾഫർ ഡയോക്സൈഡും ഒക്കെ അന്തരീക്ഷത്തില് ഇപ്പോ സൾഫറിന്റെ ഓക്സൈഡുകൾ ഉണ്ടാവും. SO2, SO3 പോലെയുള്ള സൾഫറിന്റെ ഓക്സൈഡുകൾ. അതേപോലെ നൈട്രജന്റെ ഓക്സൈഡ് ഉണ്ടാവും. NO2, N2O ഇത്തരത്തിലുള്ള നൈട്രജന്റെ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ മഴ ഇങ്ങനെ പെയ്യാം. മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളം വാട്ടർ ഓക്സൈഡ്സ് ഓഫ് സൾഫറുമായി കൂടിച്ചേർന്ന് അവിടെ ഏത് ആസിഡ് ഉണ്ടാവും? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ഓക്സൈഡ്സ് ഓഫ് സൾഫറുമായിട്ട് വാട്ടർ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. അതേപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനുമായി കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? നൈട്രിക് ആസിഡും ഫോം ചെയ്യും. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി, നൈട്രിക് ആസിഡ് ഉണ്ടായി. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ആസിഡുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വാട്ടറിന്റെ pH എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആസിഡുകളൊക്കെ വന്നാൽ ആ നോർമൽ വാട്ടറിന്റെ pH കുറയും. അങ്ങനെ pH കുറഞ്ഞിട്ട്
5.6 താഴെ വന്നാൽ, ബിലോ 5.6 ആണെങ്കിൽ ആ റെയിൻ വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആസിഡ് റെയിൻ എന്നാണ് വിളിക്കുക. ആ റെയിൻ വാട്ടറിന്റെ പേര് ആസിഡ് റെയിൻ എന്നാണ്. അപ്പൊ ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഇൻ വാട്ടർ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ സൾഫറിന്റെയും നൈട്രജന്റെയും ഒക്കെ ഓക്സൈഡ് ഉണ്ടാവുമ്പോൾ അതുമായിട്ട് റെയിൻ വാട്ടർ കമ്പൈൻ ചെയ്ത് സൾഫ്യൂരിക് ആസിഡും അതേപോലെ നൈട്രിക് ആസിഡും ആയിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ റെയിൻ വാട്ടറിന്റെ pH കുറയും. ആ pH കുറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 5.6 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണെന്ത്? ആസിഡ് റെയിൻ എന്നാണ് വിളിക്കുക. ഈ ആസിഡ് റെയിൻ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽപ്പെട്ട ഒരു പ്രശ്നം, ഏതെങ്കിലുമൊക്കെ പഴയ സ്ട്രക്ചറുകള്, അതേപോലെ സ്റ്റോൺസ്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാച്യൂസ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കേടുവരാൻ തുടങ്ങും. ആസിഡ് റെയിൻ ആയി കഴിഞ്ഞാൽ അതിന്റെ കളറൊക്കെ ഫെയ്ഡ് ആവും. അതിനൊരു എക്സാമ്പിൾ ഏതാ? താജ്മഹൽ. ആ താജ്മഹലിന്റെ ഏതൊരു ഭാഗം ഫെയ്ഡ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം ആസിഡ് റെയിൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആസിഡ് റെയിൻ എന്താണ്, എങ്ങനെയാ അത് ഉണ്ടാവുക, അതിന്റെ ഹാംഫുൾ എഫക്ട് എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഹെഡിങ് എഴുത്, ആസിഡ് റെയിൻ. അതിലെഴുതി വെച്ചോ, when the pH of rainwater is below 5.6, when the pH of rainwater is below 5.6, it is called acid rain. അതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കുക. ഇനി ആസിഡ് റെയിൻ എങ്ങനെ ഉണ്ടാവാന്നുള്ളതാണ് താഴെ എഴുതി വെക്കുന്നത് കേട്ടോ. അത് ആസിഡ് റെയിനിന്റെ പിന്നിലുള്ള കെമിസ്ട്രി, അതാണ് നമ്മൾ നോക്കുന്നത്. ആ ജസ്റ്റ് എഴുതി വെക്ക്, ഓക്സൈഡ്സ് ഓഫ് സൾഫർ and nitrogen, ബ്രാക്കറ്റില് എക്സാമ്പിൾ SO2 and NO2. ഇവര് മാത്രമല്ല, വേറെയും ഓക്സൈഡുകൾ ഉണ്ടാവും. SO3 ഉണ്ടാവാം, N2 ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പൊ എക്സാമ്പിൾ SO2 and NO2 are mainly responsible for acid rain. അതിന്റെ യഥാർത്ഥ ബാലൻസ്ഡ് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. 2SO2 പിന്നെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ പിന്നെ മഴവെള്ളം 2H2O gives 2H2SO4. അതേപോലെ 4NO2 plus O2 plus 2H2O gives 4HNO3, നൈട്രിക് ആസിഡ്. ഇതാണ് ആസിഡ് റെയിനിന്റെ പിന്നിലുള്ള കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇതാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഇത് വാട്ടറുമായി കൂടിച്ചേരുമ്പോൾ അതിന്റെ pH ബിലോ 5.6 ആവും. അപ്പോഴാണ് എന്ത് ചെയ്യുക? ആസിഡ് റെയിൻ ഉണ്ടാവും. അതിനാവാനുള്ള റീസൺ സൾഫർ ഡയോക്സൈഡുമായിട്ട് വാട്ടർ കൂടിച്ചേർന്ന സൾഫ്യൂരിക് ആസിഡും നൈട്രജൻ ഡയോക്സൈഡുമായിട്ട് വാട്ടർ കൂടിച്ചേരുമ്പോൾ നൈട്രിക് ആസിഡും ഫോം ചെയ്യും. ഈ ആസിഡുകളുടെ പ്രസൻസ് കൊണ്ടാണ് pH വാല്യൂ ബിലോ 5.6 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ആസിഡ് റെയിൻ എന്താന്ന് പഠിച്ചു, അതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി പഠിച്ചു. ഇനി ഈ ആസിഡ് റെയിനിന്റെ ഹാംഫുൾ എഫക്ട്സുകൾ, ആസിഡ് റെയിൻ ഉണ്ടായതുകൊണ്ട് എന്താണ് കുഴപ്പം. അപ്പൊ അടുത്തത് ഹാംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ. അടുത്ത ഹെഡിങ്
harmful effects of acid rain. ഞാൻ പറയുന്ന പോലെ ആദ്യം സെന്റൻസുകൾ എഴുതി വെച്ചോ, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ആസിഡ് റെയിൻ ഈസ് ഹാർംഫുൾ. ആസിഡ് റെയിൻ ഈസ് ഹാർംഫുൾ ഫോർ അഗ്രികൾച്ചർ, കൃഷി, ഫോർ അഗ്രികൾച്ചർ, trees and plants. Acid rain is harmful for agriculture, trees, മരങ്ങള്, and plants. Trees and plants. ട്രീയും പ്ലാന്റ് ഒക്കെ ചില കേസിൽ നമ്മൾ ഒന്നായിട്ട് തന്നെ കാണുകയും ചെയ്യും. എഴുതിയോ? രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഹാർംഫുൾ എഫക്റ്റില് രണ്ടാമത്തത്, ഇറ്റ് കോസസ്, ഇത് കാരണമാകുന്നു, ഇറ്റ് കോസസ് റെസ്പിറേറ്ററി ഡിസീസസ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, റെസ്പിറേറ്ററി ഡിസീസസ് ആൻഡ് സ്കിൻ ക്യാൻസർ, റെസ്പിറേറ്ററി ഡിസീസസ് and skin cancer in human beings and animals. In human beings and animals. ഇത് റെസ്പിറേറ്ററി ഡിസീസ്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതേപോലെ സ്കിൻ ക്യാൻസർ ഉണ്ടാവാനും ഒക്കെ കാരണമാകുന്നു. തേർഡ് വൺ, it affects, ഇത് affect ചെയ്യുന്നു, it affects plants and animal life, plants and animal life in aquatic ecosystem, plants and animal life in aquatic ecosystem, plants and animal life in aquatic ecosystem. അത് വെള്ളത്തിൽ ജീവിക്കുന്ന സസ്യങ്ങളും അതേപോലെ ജന്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കുന്നു. എങ്ങനെ അവരെ ജീവിതത്തെ ബാധിക്കുക? നോക്കി, ആസിഡ് റെയിൻ വെള്ളത്തിൽ ആ വാട്ടറിന്റെ പി എച്ച് എന്ത് ചെയ്യും? വാട്ടറിന്റെ പി എച്ച് കുറയും. ആ കുറഞ്ഞ പി എച്ചില് ആ പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ അവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. അതാണ് ഇറ്റ് അഫക്ട്സ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ ലൈഫ് ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം, ഇറ്റ് കൊറോഡ്സ്, ഇത് കൊറോഷൻ സംഭവിക്കുന്നു, തുരുമ്പടിക്കുന്നു. ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ്, ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ് resulting in the dissolution of heavy metals. It corrodes water pipes resulting in the dissolution of heavy metals into the drinking water. അതായത് ഈ വെള്ളത്തിന്റെ പൈപ്പൊക്കെ ഉണ്ടാവും, ഈ വെള്ളത്തിന്റെ പൈപ്പൊക്കെ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ആസിഡ് റെയിൻ കടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ പി എച്ച് കുറയും. അങ്ങനെ പി എച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഇരുമ്പിന്റെ പൈപ്പിലൊക്കെ ചെറുതായിട്ട് തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന കുറെ ഹെവി മെറ്റൽസ് ഉണ്ടാവും. ഇപ്പൊ സിങ്ക്, കാഡ്മിയം പോലെയുള്ള കുറെ ഹെവി മെറ്റൽ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ ഒരുപാട് ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹെവി മെറ്റൽസ് ഒക്കെ എന്ത് ചെയ്യും, ആ വെള്ളത്തിലൂടെ ഡിസോൾവ് ചെയ്തിട്ട് ഡ്രിങ്കിങ് വാട്ടറിലേക്ക് വരാം. ആ പൈപ്പ് കൊറോഷൻ സംഭവിച്ചിട്ട് ഹെവി മെറ്റൽസ് എന്ത് ചെയ്യും, ഡ്രിങ്കിങ് വാട്ടറിലേക്ക് വരാം. അതും ആസിഡ് റെയിനിന്റെ ഒരു ഹാർംഫുൾ എഫക്റ്റ് ആണ്. അതായത് ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ് റിസൾട്ടിങ് ഇൻ ദ ഡിസൊല്യൂഷൻ ഓഫ് heavy metals into the
ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, ഇനി അഞ്ചാമത്തെ എഫക്ട് എഴുതാം. ആസിഡ് റെയിൻ ഡാമേജസ് buildings and other structures made of stone or metal. അതായത് കല്ലുകൊണ്ടോ മറ്റു ലോഹങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്സ്, അതേപോലെ അത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ആസിഡ് റെയിൻ ഡാമേജ് ചെയ്യുന്നു. Acid rain damages buildings and other structures made of stone or metal. Bracket example, the Taj Mahal. Okay, clear ആയിട്ടുണ്ടോ ആസിഡ് റെയിന്റെ ഹാർംഫുൾ എഫക്റ്റുകൾ? ക്ലിയർ ആണ്. ജസ്റ്റ് ആസിഡ് റെയിന് അതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി, ഹാർംഫുൾ എഫക്ട്സ് വേഗം ഒന്ന് വായിക്കുക. ഒറ്റ മിനിറ്റ് വേഗം. വായിച്ച് കുഴപ്പമില്ലെങ്കിൽ പറയും, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ക്ലിയർ സർ. ഓക്കെ, അടുത്ത ടോപ്പിക്ക് വാട്ടർ പൊള്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞൊക്കെ ട്രോപ്പോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിന്റെ പാർട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇനി പറയുന്നത് വാട്ടർ പൊള്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു പോയിന്റ് ആണ്. ഹെഡിങ് എഴുതുക, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിനെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നും പറയുന്നുണ്ട്. ബയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD. അതായത് ഇപ്പൊ വാട്ടർ പൊള്യൂഷൻ സംഭവിക്കുക, വെള്ളത്തില് എന്തെങ്കിലുമൊക്കെ ഓർഗാനിക് മാറ്റേഴ്സ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കച്ചറകള് വെള്ളത്തിലുണ്ടെങ്കിൽ വിചാരിക്കും. അപ്പൊ അങ്ങനെ ഓർഗാനിക് മാറ്റേഴ്സ് വെള്ളത്തിലുണ്ടെങ്കിൽ ആ വെള്ളം ശുദ്ധീകരിക്കപ്പെടാൻ ചെയ്യുന്നത് ആ വെള്ളത്തിലുള്ള കുറച്ച് ബാക്ടീരിയകൾ എന്ത് ചെയ്യും? ഈ ഓർഗാനിക് മാറ്റേഴ്സിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബ്രേക്ക് ചെയ്യും. ഈ കഷ്ണങ്ങളാക്കി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുക ആ വെള്ളത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജനെയാണ് ഉപയോഗിക്കുക. അതായത് വെള്ളത്തിൽ ഇങ്ങനെ ഡിസോൾവ് ആയി കിടക്കുന്ന ഓക്സിജൻ ഉണ്ടാവും, വെള്ളത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ. ആ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ബാക്ടീരിയകൾ എന്ത് ചെയ്യും? ദാറ്റ് ബ്രേക്ക് ദ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ദ വാട്ടർ. വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓർഗാനിക് മാറ്ററുകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മാറ്റും. അപ്പൊ അവിടെ എത്രത്തോളം ഡിസോൾവ്ഡ് ഓക്സിജനെയാണ് ഈ ബാക്ടീരിയകൾ ഉപയോഗിക്കുന്നത്, ആ എമൗണ്ട് ഓഫ് ഓക്സിജന്റെ പേരാണെന്ത്? BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഒന്നുകൂടെ പറയാം. ഇപ്പൊ വെള്ളത്തില് എന്തെങ്കിലുമൊക്കെ ഓർഗാനിക് കണ്ടാമിനേറ്റേഴ്സ്, എന്തെങ്കിലുമൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ ഉണ്ട് വിചാരിക്കും. അപ്പോ ബാക്ടീരിയകൾ എന്ത് ചെയ്യും? വെള്ളത്തിലുള്ള ബാക്ടീരിയകള് വെള്ളത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജനെ ഉപയോഗിച്ചിട്ട് ഈ ഓർഗാനിക് വസ്തുക്കളെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റും.
അപ്പൊ അവിടെ എത്ര ഓക്സിജനെയാണോ, എത്ര ഡിസോൾവ്ഡ് ഓക്സിജനെയാണോ ഉപയോഗിച്ചിട്ടുള്ളത്, ആ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവിന്റെ പേരാണെന്ത്? BOD, ബയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, ഈ BODയുടെ അളവ് കൂടുതലാകുമ്പോഴാണോ കുറവാകുമ്പോഴാണോ അത് നല്ല വെള്ളമായിരിക്കാം, പ്യുവർ വാട്ടർ ആയിരിക്കാം? കുറവാകുമ്പോഴല്ലേ? BODയുടെ അളവ് കുറവാകുമ്പോഴല്ലേ നല്ല വെള്ളമായിരിക്കാം? അല്ലെങ്കിൽ പൊല്യൂഷൻ കുറയപ്പോഴാ? BODയുടെ എമൗണ്ട് കുറയുമ്പോഴാണ്. കാരണം കുറച്ച് ഓർഗാനിക് മാറ്റർ ഉള്ളെങ്കിൽ കുറച്ച് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചാൽ മതി. കുറെ എന്തെങ്കിലുമൊക്കെ പൊള്യൂട്ടൻസ് അതിലുണ്ടെങ്കിലോ കൂടുതൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാൻ, ആ വസ്തുക്കളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജനെ പറഞ്ഞ പേരാണെന്ത്? BOD, ബയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. ഓക്കെ ആണോ? സാർ ഒന്നുകൂടിയും പറയൂ. അതായത് ഇപ്പൊ നോക്കാം. അപ്പൊ നമ്മളടുത്ത് കുറച്ച് വെള്ളം ഉണ്ട് കഴിക്കും. സപ്പോസ് ഒരു 10 ലിറ്റർ വെള്ളം നമ്മളെ കയ്യിലുണ്ട്. ഇതിൽ എന്തോ ഒരു പൊള്യൂട്ടന്റ് ഇതിലേക്ക് വീണു, എന്തോ ഒരു പൊള്യൂട്ടന്റ് ഇതിലുണ്ട്. അപ്പൊ ഇനി ഈ വെള്ളം എന്താ ചെയ്യാന്ന് വെച്ചാല്, ഈ വെള്ളത്തിലാണെങ്കിൽ ബാക്ടീരിയകൾ ഉണ്ടാവും. ഈ ബാക്ടീരിയകള് ഈ പൊള്യൂട്ടന്റുകളെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മാറ്റും. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ചെയ്യും. അപ്പൊ അങ്ങനെ മാറ്റണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജനെ ഉപയോഗിക്കും. ആ ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രേക്കിംഗ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് സംഭവിക്കുന്നത്. ഈ വസ്തുക്കളെ ബ്രേക്ക് ചെയ്യാൻ എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആ ഉപയോഗിക്കുന്ന ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവിന്റെ പേരാണെന്ത്? BOD, ബയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് ഓർഗാനിക് മാറ്റർ ആണുള്ളതെങ്കിൽ കുറച്ച് ഓക്സിജൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ BOD ലെസ് ആയിരിക്കും. കുറെ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടെങ്കിലോ കൂടുതൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിക്കണം അതിനെ ബ്രേക്ക് ചെയ്യാൻ. അപ്പൊ അതിന്റെ BODയുടെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD. ഇതായാലും BODയുടെ ഡെഫിനിഷൻ എഴുതാം. The amount of dissolved oxygen, the amount of dissolved oxygen required ആവശ്യമായിട്ട് വരുന്നു, required by bacteria, required by bacteria to break down, ചെറിയതാക്കി മാറ്റാം, to break down the organic matter present in the water, the organic matter present in the water is called BOD, is called BOD. is called BOD. അത് BOD എന്ന് പറഞ്ഞാല് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബാക്ടീരിയകളാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക ബൈ യൂസിങ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ആ എമൗണ്ട് ഓഫ് ഓക്സിജന്റെ പേരാണെന്ന് BOD, ബയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇപ്പൊ ക്ലിയർ ആണോ? മക്കളെ ഓക്കെ ആണോ? ഇല്ലെങ്കിൽ പറഞ്ഞോ, റിപ്പീറ്റ് ചെയ്യാം. എക്സാമിന് എന്തായാലും ചോദിക്കും. അതിന് താഴെ ഇഫ് BOD ഈസ് ലെസ്, BODയുടെ അളവ് ചെറുതാണെങ്കിൽ BOD ഈസ് ലെസ്, that water is less polluted, that water is less polluted. BOD കുറവാണെങ്കിൽ ആ വാട്ടർ എന്താണ്? ലെസ് പൊള്യൂട്ടഡ് ആണ്, പൊല്യൂഷൻ കുറവായിരിക്കും.
that water is less polluted. ഇയാളെ ചെറുതായിട്ട് ഒന്ന് രണ്ട് ഡാറ്റകൾ നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ക്ലിയർ വാട്ടർ, ഇപ്പൊ ക്ലീൻ വാട്ടർ ആണെങ്കിൽ അതിന്റെ BODയുടെ വാല്യൂ ലെസ് ദാൻ 5 ppm ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോ. The clean water would have BOD value less than 5 ppm, parts per million. Less than 5 ppm. Whereas highly polluted river water will have BOD value 17 ppm, 17 ppm or more. 17 ppm അല്ലെങ്കിൽ അതിലധികമോ ആയിരിക്കും. highly polluted river water, പുഴവെള്ളം, highly polluted river water will have BOD value 17 ppm or more. 17 ppm അല്ലെങ്കിൽ അതിലധികമാവുമ്പോഴാണ് highly polluted ആയിരിക്കുക. ക്ലീൻ വാട്ടർ ആണെങ്കിൽ ലെസ് ദാൻ 5 ppm. അതിന്റെ ഇടയിലുള്ളത് ഒരു മോഡറേറ്റ് വാട്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് ഗ്രീൻ കെമിസ്ട്രി. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ഒരു റിവിഷൻ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്, ജനറൽ ആയതുകൊണ്ട് ചിലപ്പം എഴുതുമ്പോൾ അങ്ങനെ തെറ്റിപ്പോകരുത്. ഇതേ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് ഉപയോഗിച്ച് എഴുതിയാലും മതി. ഓക്കെ, എന്താണ് ഈ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാല്? ഗ്രീൻ കെമിസ്ട്രി എൻവയോൺമെന്റിന് ഹാംഫുൾ ആവാത്ത രീതിയിൽ കെമിസ്ട്രീനെ യൂട്ടിലൈസ് ചെയ്യാം. വെരി ഗുഡ്. അതായത് ഗ്രീൻ കെമിസ്ട്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രിയിലെ സ്റ്റഡീസ്, അതിന്റെ പഠനങ്ങളും അതിന്റെ റിസർച്ചുകളും ഒക്കെ എന്തായിരിക്കണം? എൻവയോൺമെന്റിന് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിലായിരിക്കണം. അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യാം? കെമിസ്ട്രിയിലെ പഠനങ്ങളെയും അതിലെ റിസർച്ചുകളെയൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രി എന്നുള്ളത് പറയാം. അപ്പൊ ഗ്രീൻ കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഓൾ ദ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഓഫ് കെമിസ്ട്രി വിൽ ബി ഫോർ എക്കോ ഫ്രണ്ട്ലി, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് മാത്രം പഠനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ആ ഗ്രീൻ കെമിസ്ട്രി എന്താണ് എഴുതി വെക്കുക, എന്നിട്ട് അപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പൊ ഗ്രീൻ കെമിസ്ട്രി is the way of thinking. അത് ചിന്തയുടെ ഒരു ഭാഗമാണ്. ഗ്രീൻ കെമിസ്ട്രി is the way of thinking and utilizing ഉപയോഗപ്പെടുത്താം, utilizing the existing knowledge and principles of chemistry, and other sciences, കെമിസ്ട്രിയെയും മറ്റു സയൻസിന്റെയും പ്രിൻസിപ്പിളുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. ആൻഡ് അതർ സയൻസസ് ടു റെഡ്യൂസ് adverse impact on environment. Adverse impact.
ഓൺ എൻവയോൺമെന്റ്. അത് പ്രകൃതിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി കെമിസ്ട്രിയുടെയും മറ്റു സയൻസിന്റെയും എന്ത് ചെയ്യാം, പ്രിൻസിപ്പിളുകളെയും അതിന്റെ ലേണിങ്സിനൊക്കെ നമ്മൾ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഗ്രീൻ കെമിസ്ട്രി എന്താണ്, ക്ലിയർ ആണോ? ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വേ ഓഫ് തിങ്കിങ്. ഇറ്റ് ഈസ് ദ വേ ഓഫ് തിങ്കിങ് ആൻഡ് യൂട്ടിലൈസ് ചെയ്യാം എന്തിന്? ദ എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇന്ന് നിലനിൽക്കുന്ന അറിവുകളെയും തത്വങ്ങളെയും, എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി ആൻഡ് അതർ സയൻസ്. എന്തിനു വേണ്ടി? ടു റെഡ്യൂസ്, കുറയ്ക്കാൻ, ദ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. സയൻസിന്റെയും കെമിസ്ട്രിയുടെയും അറിവുകളും അതിന്റെ പ്രിൻസിപ്പിളുകളൊക്കെ പ്രകൃതിക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ അഡ്വേഴ്സ് ഇമ്പാക്ട്, ആ ദോഷകരമായ ഭാഗങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന ഒരു പുതിയ മെത്തേഡാണെന്ന് ഗ്രീൻ കെമിസ്ട്രി എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. സാധാരണ ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗ്രീൻ കെമിസ്ട്രിയുടെ 2 അപ്ലിക്കേഷൻ എഴുതുക. അപ്പൊ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രിയുടെ അപ്ലിക്കേഷൻസ് 2 എഴുതാം. എഴുതിയതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ഒന്ന്, ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. ക്ലോത്ത് ഒക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാം, അലക്ക. ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. അതെങ്ങനെയാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ അപ്ലിക്കേഷൻ ആവാന്നുള്ള നേരെ എഴുതി വെച്ചോ. ലിക്വിഫൈഡ് കാർബൺ ഡയോക്സൈഡ്. ലിക്വിഫൈഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്തിട്ടുള്ള ഫോം. ലിക്വിഫൈഡ് കാർബൺ ഡയോക്സൈഡ് വിത്ത് എ സ്യൂട്ടബിൾ ഡിറ്റർജന്റ്. is used for dry cleaning of clothes. Used for dry cleaning of clothes. Dry cleaning of clothes. Okay, അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? എന്താ? അപ്പൊ നമ്മളെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റൂലേ? കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന് നമ്മൾ ലിക്വിഫൈഡ് ഫോമിലേക്ക് ആക്കി, എന്നിട്ട് അത് സ്യൂട്ടബിൾ ഡിറ്റർജന്റുമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ക്ലീനിങ് നടക്കും. ഇത് മാത്രമല്ല, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനും പറ്റും. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എന്ത് ചെയ്യാം? കുറയ്ക്കാനും പറ്റും. അത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ മനസ്സിലാക്കണോ പറഞ്ഞത്? മനസ്സിലായി. നോക്കുക, അതായത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുക എന്നുള്ളത് എൻവയോൺമെന്റിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഈ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ, അത് വീണ്ടും അവിടെ കടന്ന് കേടുന്നതിന് പകരം ആ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് റോഡുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. റോഡ് ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള റോഡുകളുണ്ട്. അപ്പൊ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലുള്ള റോഡൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത്രമാത്രം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമുക്ക് വേറെ രൂപത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റി. അതെന്തായിട്ട് പറയാം? ഗ്രീൻ കെമിസ്ട്രിയുടെ അപ്ലിക്കേഷനാണ്. ആ അഡ്വേഴ്സ് എഫക്ട് എങ്ങനെയെങ്കിലും നമുക്ക് കുറയ്ക്കാം, എന്നിട്ട് ആവശ്യമുള്ള ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റാം. അപ്പൊ അത് ഗ്രീൻ കെമിസ്ട്രിയുടെ അപ്ലിക്കേഷൻ ആയിട്ട് പറയാം. നമ്മൾ 2ാമത്തെ അപ്ലിക്കേഷൻ ആയിട്ട് വേറെ ഒന്ന് എഴുതാം. ബ്ലീച്ചിങ് ഓഫ് പേപ്പർ. ബ്ലീച്ചിങ് ഓഫ് പേപ്പർ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ് ബ്ലീച്ചിങ് ഓഫ് പേപ്പർ. പേപ്പർ ബ്ലീച്ച് ചെയ്യുന്നതിൽ എവിടെയാണ് ഗ്രീൻ കെമിസ്ട്രി? നോട്ട് ചെയ്ത് വെച്ചോ. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഹൈഡ്രജൻ പെറോക്സൈഡ് with a suitable catalyst. Hydrogen peroxide with a suitable catalyst
is used for bleaching of paper. Is used for bleaching of paper. Bleaching of paper. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പേപ്പർ ബ്ലീച്ചിങ് നടത്താൻ പറ്റും. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് കുറയ്ക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിത്ത് suitable catalyst is used for bleaching of paper. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു ഫോക്കസ് ചെയ്യാൻ ബേസ്ഡ് റിവിഷനിൽ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് എൻട്രൻസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി ചെറിയ 1-2 ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോഴത്തെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ സാധനം മതി. ഇനി ജനറൽ ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാതിരിക്കാം. ഇപ്പൊ നമ്മളെ ഗ്രീൻ ഹൗസ് എഫക്ട് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? എന്താ ചെയ്യാൻ പറ്റുക? Plant more trees. ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാവാനുള്ള ഒരു കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി എന്നുള്ളതല്ലേ. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറക്കാനുള്ള മെത്തേഡൊക്കെ എഴുതാം. പ്ലാന്റ് മോർ ട്രീസ്, അഫോറസ്റ്റേഷൻ, അത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം. അപ്പൊ നമ്മൾ ഈ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിന് വേണ്ടി, പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി അത് അവർ ഉപയോഗിച്ചോളും. പിന്നെ ഏതാ അടുത്ത പോയിന്റ്? reduce the usage of more vehicles and വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാം. വാഹനങ്ങളിൽ എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ മീഥൈനുകളൊക്കെ പുറന്തള്ളാം. അപ്പൊ അത് പരമാവധി കുറയ്ക്കാൻ പറ്റും. പിന്നെ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കാം. കോളിന് പകരം കാർബണിന് പകരം എന്ത് ചെയ്യാം? നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കാം. അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീൻ ഹൗസ് എഫക്ട് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചെറിയ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. How we will reduce the greenhouse effect? എങ്ങനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റുകളെ റെഡ്യൂസ് ചെയ്യുക? എങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റുകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? ഗ്രീൻ ഹൗസ് എഫക്ട് എങ്ങനെ കുറക്കാം? അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഒന്നാമത്തെ പോയിന്റ് പ്ലാന്റ് മോർ ട്രീസ്. കൂടുതൽ എന്ത് ചെയ്യാം? മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. പ്ലാന്റ് മോർ ട്രീസ്. ഓക്കെ, രണ്ടാമത്തേതാ കൊടുക്കുക? Reduce the usage of vehicles. Reduce the use of automobiles അല്ലെങ്കിൽ vehicles. Reduce the use of vehicles. വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാം. Reduce the use of automobiles or vehicle. ഇനി മൂന്നാമത്തെ ഏതാ കൊടുക്കുക? use environment friendly fuel like natural gas. Yeah. Encourage the use of natural gas. Encourage the use of natural gas instead of coal. Coal means carbon. നാച്ചുറൽ ഗ്യാസിന്റെ ഉപയോഗം, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഗ്യാസുകളുടെ ഉപയോഗം പരമാവധി നമ്മൾ പ്രോത്സാഹിപ്പിക്കും. എൻകറേജ് ദ യൂസ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. പിന്നെ ഏതാ പറഞ്ഞിട്ടുള്ളത്? പിന്നെ ഏതെങ്കിലും ഉണ്ടോ നോട്ടില്? പിന്നെ നമുക്ക് വേറെ ഒന്നുണ്ട്. നമുക്ക് ഈ 3 കഴിഞ്ഞാൽ എക്സാമിനായി കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുക എന്ന് പറയും. കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് നൈട്രജന്റെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ് പുറന്തള്ളുന്നത് വിചാരിക്കാം. വാഹനങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ പുറന്തള്ളപ്പെടാം. ഈ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഒരു ഡിവൈസ് അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഈ നൈട്രജൻ ഓക്സൈഡിന് അല്ലെങ്കിൽ കാർബണിന്റെ ഓക്സൈഡ് ഇതിനെ വേറെ ഫോമിലേക്ക് മാറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഓക്സൈഡ്സ് ഓഫ് കാർബണും
ഓക്സൈഡ്സ് ഓഫ് നൈട്രജന്റെ ഒക്കെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതും കൂടെ എഴുതി വെക്ക്. യൂസ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്. യൂസ് catalytic converter. Use catalytic converters to reduce the emission of oxides of nitrogen, sulfur and carbon to the atmosphere. Oxides of nitrogen, sulfur, carbon to the atmosphere. ഓക്കെ, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായി? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിന്റെ ആൻസർ കൂടെ ആയിട്ട് മാറും. ഇനി ആസിഡ് റെയിൻ കുറക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതാം? ആസിഡ് റെയിൻ കുറക്കൽ എങ്ങനെ അത് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? The factory emissions should be filtered before sending to the air. അതായത് ഈ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഒക്കെ ഫാക്ടറികളിൽ നിന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഒക്കെ ഉപയോഗം പരമാവധി എന്ത് ചെയ്യാം? അത്തരം ഫാക്ടറികളിലൊക്കെ രൂപങ്ങൾ ഈ നൈട്രജന്റെ ഓക്സൈഡിനെയും സൾഫറിന്റെ ഓക്സൈഡിലേക്ക് പുറന്തള്ളപ്പെടുന്നതിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് മാറ്റും. കാരണം ഫാക്ടറി എമിഷൻ പരമാവധി കുറച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ആസിഡ് റെയിൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ ജനങ്ങളെ നമ്മൾ ബോധവാന്മാരാക്കാം. അവെയർ ദ പബ്ലിക് അബൌട്ട് ആസിഡ് റെയിൻ. ആസിഡ് റെയിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം? ജനങ്ങളോട് പറയാം അങ്ങനൊക്കെ ഒരു സാധനം ഉണ്ട്. അപ്പൊ ഈ ആസിഡ് റെയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടാവും, സ്കിൻ ക്യാൻസർ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യാം? പിന്നെ വാഹനങ്ങളിലൊക്കെ പരമാവധി അളവന്നെ കുറയ്ക്കാം. റെഡ്യൂസ് ദ യൂസ് ഓഫ് ഓട്ടോമൊബൈൽ. വാഹനങ്ങളുടെ അളവ് കുറച്ചാൽ കുറക്കെ നൈട്രജൻ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആസിഡ് റെയിൻ കുറയ്ക്കാം. പിന്നെ വേറെ ഏത് മെത്തേഡാണ് നോട്ടിലുള്ളത്? വേറെ ഏതെങ്കിലും ഭാഗം പറഞ്ഞിരുന്നോ? നോട്ടിലുണ്ടോ? ഇല്ല. അപ്പൊ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ആസിഡ് റെയിൻ, ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്ലോബൽ വാർമിങ് രണ്ടും തന്നെയാണ്. പിന്നെ BOD, അത് കഴിഞ്ഞാല് പിന്നെ ഗ്രീൻ കെമിസ്ട്രി. ഇതൊക്കെയാണ് ഇതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ. സിമ്പിൾ ഏരിയയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, വേറെ ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് ഇപ്പൊ പോകണില്ല. ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നാളെ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓർഗാനിക് കെമിസ്ട്രി 1 ആണ്. അത് നിങ്ങൾക്ക് വല്ല നോട്ടോ ടെക്സ്റ്റൊക്കെ കയ്യിലുള്ളതൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചു വെക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ലീവ് ചെയ്തോ.